സിനിമയ്ക്ക് വേണ്ടി യഥാർത്ഥത്തിൽ കഷ്ടപ്പെട്ട രീതിയിൽ പുതാൻ പറഞ്ഞാൽ അമിതാഭ് ബച്ചനെ കാണാൻ പോലും പോയ ഒരു പശ്ചാത്തലമുണ്ട്. ഇത്രയും കഷ്ടപ്പെട്ട്. അതല്ലേ നമ്മുടെ മറ്റേ നഷ്ടപ്പെട്ട നീലാംബരി അല്ലേ? അത് ശരിക്കും എനിക്ക് നഷ്ടപ്പെട്ട നീലാംബരി തന്നെയായിരുന്നു കേട്ടോ. ABCL എന്ന് പറഞ്ഞ കമ്പനി തുടങ്ങുന്നു. അവര് മലയാള സിനിമകൾ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാനും എന്റെ ഭർത്താവും കൂടെ ബോംബെ ചെല്ലുന്നു അമിതാഭ് ബച്ചനെ കാണാൻ. അവിടെ ചെന്നപ്പോ അവിടെ ജയാബാദുരിയാണ് ഇരിക്കുന്നത്. അവരോട് പറഞ്ഞു, ഇങ്ങനെ ഹരിഹരൻ സാറ് ഡയറക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്, മാധവിക്കുട്ടിയുടെ നഷ്ടപ്പെട്ട നീലാംബരി എന്ന് പറഞ്ഞ കഥ ചെയ്യണം, അപ്പൊ എനിക്ക് അതിൽ ആ മെയിൻ ക്യാരക്ടർ ചെയ്യണം എന്നാണ് ആഗ്രഹം. ഓക്കെ എന്നൊക്കെ പറഞ്ഞു. കമ്പനി പൂട്ടിപ്പോയി, സിനിമയും നടന്നില്ല, ഒന്നും നടന്നില്ല. വളരെ കാലത്തിൽ, ഇത് 10-20 കൊല്ലം മുമ്പേ ആണേ. അന്ന് എനിക്ക് നായികയായിട്ട് അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കഷ്ടപ്പെട്ടത് മുഴുവനും. ഇതാ വരുന്നു സംയുക്ത വർമ്മ നഷ്ടപ്പെട്ട നീലാംബരി അഭിനയിക്കാൻ വേണ്ടി വരുന്നു. ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്യുന്നു. മഴ എന്നായിരുന്നു സിനിമയുടെ പേര്. അമ്മയായി. അതിന് അമ്മയായി പോയി. ഞാൻ പറഞ്ഞില്ലേ, അമ്മയായിട്ട് അഭിനയിച്ച എപ്പോഴും അമ്മയാവാനേ യോഗം ഉണ്ടാവുള്ളൂ. ഇതാ വരുന്നു ഊർമിള ഉണ്ണി. നമുക്കറിയാം വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരാളാണ്. അഭിനയത്തിലും കിട്ടിയ കഥാപാത്രങ്ങളെ ഒന്നും തന്നെ മോശമാക്കിയിട്ടുമില്ല. പക്ഷെ ലഭിച്ച കഥാപാത്രങ്ങളെ വളരെ ഹൃദ്യമായി നമ്മളോട് അടുത്ത് നിൽക്കുന്ന ഒരാളായി അവതരിപ്പിക്കുവാൻ ഊർമിള കഴിയുന്നുണ്ട്. നായികയാകാൻ കഴിഞ്ഞില്ലെങ്കിലും നല്ല വാക്കുകൾ വലിയ ഡയറക്ടർ അടുത്തുനിന്ന് കേട്ടല്ലോ. സംയുക്തയോടൊപ്പം അല്പം കുശുമ്പ് തോന്നിയോ? ഇല്ല, കുശുമ്പം തോന്നിയില്ല. കാരണം സംയുക്തക്ക് ചെയ്യാനുള്ള ക്യാരക്ടറായി അത്. അപ്പോഴത്തേക്കും എന്റെ കാലം കഴിഞ്ഞില്ലേ, 10-20 കൊല്ലം ഇങ്ങോട്ട് പോകുന്നില്ലേ, അപ്പോഴത്തേക്കല്ലേ. സംയുക്തയെ സിനിമയിലേക്ക് വരാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചത് ഊർമിളയാണ്. അതൊക്കെ അതൊരു മടിയുണ്ടായിരുന്നു സംയുക്തയ്ക്ക്. സംയുക്തയുടെ, അതായത് എന്റെ ചേച്ചിക്ക് ഇത്തിരി ഒരു വിഷമം ഉണ്ടായിരുന്നു, സിനിമയിലേക്കൊക്കെ വരണോ. ഊർമിള കല്യാണം കഴിഞ്ഞിട്ടാണല്ലോ, ഇനി സംയുക്തയ്ക്ക് ആളെ കിട്ടണ്ടേ. കല്യാണം കഴിക്കാത്ത കുട്ടി സിനിമയിൽ വന്ന് സിനിമ അഭിനയിച്ച് ഇനിയിപ്പോ ആളെ കിട്ടണ്ടേയല്ലോ. നമ്മുടെ തമ്പരാക്കന്മാരുടെ ഇടയിൽ ആളില്ല അധികം. അപ്പോഴാണ് മേനോന്റെ രൂപത്തിൽ ബിജുമേനോൻ വരുന്നത്. എന്തായാലും കല്യാണം കഴിഞ്ഞ് അവര് സുഖമായിട്ടിരിക്കുന്നു. സംയുക്ത വിവാഹം കഴിഞ്ഞ ശേഷം സിനിമയിൽ നിന്ന് പോയതിനെ കുറിച്ച് എന്താ ഊർമിളയുടെ അഭിപ്രായം? അതൊക്കെ അവരവരുടെ ഇഷ്ടം. വേണമെങ്കിൽ അഭിനയിക്കട്ടെ, വേണ്ടെങ്കിൽ വേണ്ട. എന്താ നമ്മളെന്തിനു നിർബന്ധിക്കുന്നു അല്ലേ? നമുക്ക് നമ്മുടെ കാര്യം നോക്കിയ പോലെ. സംയുക്തയ്ക്ക് അഭിനയിക്കണമെങ്കിൽ അഭിനയിക്കാം, ഞാൻ എപ്പോഴും സപ്പോർട്ട് ഉണ്ടാവും. വേണ്ടെങ്കിൽ വേണ്ട. എന്നാലിപ്പോ ഊർമിളയോട് ചോദിക്കുകയാണ്, ഊർമിള സംയുക്ത സിനിമയിൽ വീണ്ടും സജീവമാകണോ എന്ന് ചോദിച്ചാൽ ഊർമിള എന്ത് പറയും? ആരെങ്കിലും ചോദിച്ചാ എനിക്ക് ആ കുട്ടിയുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുന്നേ ഞാൻ പറയുള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒന്നും അങ്ങനെ നിർബന്ധിക്കുന്ന ഒരാളല്ല. എന്റെ ക്യാരക്ടർ അങ്ങനെയല്ല. അത് ഉത്തരം തന്നെ പറഞ്ഞില്ലേ, ഒന്നും ഞാൻ നിർബന്ധിക്കില്ല ആരെയും. അവരുടെ ഇഷ്ടം പോലെ ആവട്ടെ. എന്നാൽ നമുക്ക് സംയുക്തയോട് ചോദിക്കാം. ഒരു അഭിനേത്രി എന്നുള്ള രീതിയിലും ഒരു നല്ല നർത്തകി എന്നുള്ള രീതിയിലും നല്ല കലാകാരിയാണ് എന്റെ ചെറിയമ്മ, അത് ഉറപ്പുള്ള കാര്യമാണ്. പക്ഷെ അർഹിക്കുന്ന ആ ഒരു സ്ഥാനം ലഭിച്ചിട്ടുണ്ടോ? അതൊക്കെ തന്നെ നമ്മൾ ഇത്ര നേരം പറഞ്ഞു. ലഭിച്ചിട്ടില്ല. ഉത്തരങ്ങളൊക്കെ ആ ദുഃഖം നന്നായിട്ടുണ്ടോ മനസ്സിൽ? ഇല്ലെന്നേ, ഇല്ല. ഒന്നുമില്ല. ഉത്തര ഒരുപക്ഷെ അമ്മയ്ക്ക് വന്ന പരാജയങ്ങൾ, അമ്മയ്ക്ക് എവിടെയൊക്കെയാണ് ചുവട് പിഴച്ചത്, സിനിമയിൽ കോൺസെൻട്രേറ്റ് ചെയ്തു, കേന്ദ്രീകരിച്ചു. പക്ഷെ സിനിമയിൽ ഈ പറഞ്ഞ പോലെ 2-3 സിനിമകൾക്ക് ശേഷം ഒരു ടൈപ്പ് അമ്മയായിട്ട് കൂപ്പുകുത്തി. പിന്നീട് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു റോളും കിട്ടിയില്ല, ഒരു സ്റ്റീരിയോ ടൈപ്പ് കഥാപാത്രമായി മാറി. അമ്മയ്ക്ക് പറ്റാതിരുന്ന ഈ വിജയങ്ങളൊക്കെ, അല്ലെങ്കിൽ അമ്മയ്ക്ക് ആഗ്രഹിച്ച് നടക്കാതിരുന്നതൊക്കെ മകൾക്ക് വേണ്ടേ? അറിയില്ല, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം അങ്ങനെ വരികയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. അല്ലെങ്കിൽ നമുക്കൊക്കെ അത്രേ ഉള്ളൂ. എല്ലാം ഭാഗ്യം പോലെയല്ലേ, അല്ലാണ്ട് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല എനിക്ക് ഇന്ന മാരത്തെ ക്യാരക്ടർ കിട്ടണം വെച്ചാൽ കിട്ടണ്ടേ. അത് ഉത്തരയപ്പം വളരെ നാച്ചുറലാണ്. എന്നാ കാരണം പ്രത്യേകിച്ചൊന്നും അങ്ങനെ പ്ലാൻ ചെയ്യുന്നില്ല, വരുന്നിടത്ത് വെച്ച് കാണാം അല്ലേ? എന്റെ അടുത്ത് എന്ത് വെച്ചാലും അങ്ങനെയൊന്നുമില്ല, ഇങ്ങനെയൊന്നുമില്ല, അത് മാത്രം എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ടാണ് മനസ്സിന് സന്തോഷം. നമ്മളങ്ങനെ വലുതായിട്ടൊന്നും ആഗ്രഹിക്കാതെ പോയാൽ മതി. അപ്പൊ കുഴപ്പമില്ലാതെ ജീവിതം ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോയിക്കോളും. വലിയ പ്രശ്നങ്ങളിലൊന്നും. പക്ഷെ എന്താ സംഭവിക്കണമെന്ന് വെച്ചാല് ഊർമിള വിടാതെ ചില വിവാദങ്ങള് ഊർമിളയെ പിടിക്കും. എനിക്കറിയാലോ, ബ്രിട്ടാസ് വിളിച്ചിരിക്കണെന്ന് ഇത് പറയാൻ വേണ്ടിട്ടാണ്. ചോദിക്കൂ. ഒരു 2 കിലോമീറ്റർ ദൂരെ കൂടെ പോയാലും ഒരു തോട്ടിയെടുത്ത് ഇങ്ങനെ പിടിച്ച്. തോട്ടിയല്ല, ഞാനൊരു ആന്റിന വെച്ചിട്ടുണ്ട് ചീത്തപ്പേര് പിടിച്ച് വാങ്ങിക്കാൻ വേണ്ടിട്ട്.
എന്താണ് ഇപ്പൊ ഈ അടുത്ത കാലത്തുണ്ടായ ചീത്തപ്പേര്? അതൊക്കെ ചോദിച്ചാൽ മതി, ഞാൻ പറയാം. നടി ഊർമിള ഉണ്ണിയുടെ മകളും യുവനടിയുമായ ഉത്തര ഉണ്ണിക്ക് ടീം സോളാറുമായുള്ള ബന്ധം തെളിയിക്കുന്ന രേഖകളാണ് പുറത്തായിരിക്കുന്നത്. ടീം സോളാറുമായി ബന്ധപ്പെട്ട അന്വേഷണം മലയാളത്തിലെ ഒരു യുവനടിയിലേക്ക് കൂടി നീണ്ടു. സരിതാ നായർക്കൊപ്പം ഉത്തര ചെന്നൈയിലേക്ക് യാത്ര ചെയ്തതിന്റെ രേഖകൾ പുറത്ത്. 2012 മെയ് 16, 24 തീയതികളിലായിരുന്നു ഉത്തര സരിതയ്ക്കൊപ്പം യാത്ര ചെയ്തത്. ഉത്തര, ഇത് കേട്ടപ്പോ തോന്നി? ഇത് കേട്ടപ്പോ സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷമായി. കാരണം 3 സിനിമ ചെയ്തിട്ട് കിട്ടാത്ത പബ്ലിസിറ്റിയാണ് എനിക്ക് ഒരു ദിവസം കൊണ്ട് ഒരു സോളാർ എന്നുള്ള പേരിൽ കിട്ടിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു കൊടുത്തതല്ല, തന്നെ പറയുന്നതാണ്. ഞാൻ ചോദിച്ചില്ലല്ലോ. അല്ല, ഒരു വല്ലാത്തൊരു നോട്ടം നോക്കി. ഞാനല്ല ഇതിന്റെ പിന്നെ ഞാൻ അന്ന് ഉണ്ടായിരുന്നില്ല. ഞാൻ എറണാകുളത്ത് ഞാൻ അന്ന് TV കണ്ടിട്ടുമില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, എല്ലാത്തിലും ഇങ്ങനെ ഉർമിള ഉണ്ണിയുടെ മോള് എന്ന് സോളാറിൽ മാത്രം അതധികം പറയാറില്ല കേട്ടോ എല്ലാരും. യുവനടി ഉത്തര ഉണ്ണി. ഓ, എനിക്ക് സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി ഉണ്ടായി എന്തായാലും. ഉത്തര, ഓക്കെ. ഉത്തര എങ്ങനെ ഇതിൽ വന്ന് പെട്ടു? ഞാൻ ഈ ടീം സോളാറിന്റെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവര് പറഞ്ഞ പ്രകാരം ഫ്ലൈറ്റ് ടിക്കറ്റിൽ ആര് വന്ന് ഉത്തരയെ ബന്ധപ്പെട്ടു? എന്നെ ഒരു ഫോട്ടോഗ്രാഫറാണ് വിളിച്ചത്, ഈ ആഡ് ചെയ്ത ഫോട്ടോഗ്രാഫർ. എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു സോളാർ ഇലക്ട്രിക് ഫോട്ടോഗ്രാഫർ വന്നപ്പോൾ പറഞ്ഞു അമ്മയോട് ആദ്യം സംസാരിക്കണമെന്ന് പറഞ്ഞു. ഇല്ല, ചിലപ്പോ ആഡ്സ് ഒക്കെ ഞാൻ തന്നെയാണ് തീരുമാനിക്കാറുള്ളത്. ചിലപ്പോ അമ്മ ഇത് അമ്മയെ ബന്ധപ്പെട്ടിട്ടില്ല. ഇല്ല, അതെന്നെ ഡയറക്റ്റ് ആയിട്ട് വിളിച്ചതാണ്. ഒരു 1 ഡേ ഷൂട്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചെന്നൈയിൽ പഠിക്കണ സമയമായിരുന്നു. അപ്പൊ ഒരു ടിക്കറ്റ് അയച്ചുതരാന്ന് പറഞ്ഞു. നാട്ടിലേക്ക് വന്നു. ഒരു ദിവസത്തെ ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു, അത് ചെയ്തു, തിരിച്ചു പോയി. പിന്നീട് ഉണ്ടായിരുന്നു ഈ 2 ഫ്ലൈറ്റ് ടിക്കറ്റ് അല്ല കേട്ടോ, ഞാൻ 3-4 തവണ യാത്ര ചെയ്തിട്ടുണ്ട് അവരുടെ ഫ്ലൈറ്റില്. ബിക്കോസ് ആദ്യം എന്നെ വിളിച്ചത് ഫോട്ടോഷൂട്ടിനായിരുന്നു. പിന്നെ ഞാനൊരു പോലീസ് അക്കാഡമിയുടെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അതിന് വന്നിട്ടുണ്ടായിരുന്നു. അതും ടീം സോളാർ സ്പോൺസർ ചെയ്തിരുന്നതായിരുന്നു. പിന്നെ ഏതായിരുന്നു, ഒരു സ്കൂളിന്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, IGM എന്ന് പറഞ്ഞിട്ടൊരു എറണാകുളത്തുള്ള ഒരു സ്കൂളിൽ. സോ അതിലും ഇവരെ സ്പോൺസർ ചെയ്തതാന്ന് പറഞ്ഞിട്ട് അതിൽ ചീഫ് ഗസ്റ്റ് ആയിട്ടും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ 3-4 തവണ വന്നിട്ടുണ്ട്. 2 ടിക്കറ്റ് അല്ല, ഇനിയും ടിക്കറ്റുകൾ പുറത്തു വരാനുണ്ട്. ഊർമിള, ഉത്തര, നമുക്ക് ഈ ഒരു എപ്പിസോഡ് അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കും. നാളെ നമ്മൾ തിരിച്ച് വീണ്ടും വരും. പക്ഷേ ഈ എപ്പിസോഡ് ഉത്തരയുടെ ഒരു പാട്ടുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കും. മലർകളെ മലർകളെ ഇത് എന്ന കനവാ